നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. വെടിയേറ്റാണ് ഹാനിയ കൊല്ലപ്പെട്ടതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഹാനിയയുടെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടിരുന്നു. സംഭവം ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയും ഹമാസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2017 മുതൽ ഹമാസിന്റെ തലവനാണ് ഇസ്മായിൽ ഹാനിയ. ഇറാൻ പ്രസിഡന്റ് മസ്ഊദ് പെസഷ്കിയാൻ ചുമതലയേൽക്കുന്നതിന്റെ ഭാഗമായാണ് ഹാനിയ ടെഹ്റാനിലെത്തിയത്. എന്നാൽ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഹാനിയെ വധിക്കുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഹാനിയെ കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് ഇസ്രയേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ് ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാറില്ല. സമാധാന ചർച്ചകൾ പുരോഗമിക്കവേ നടന്ന സംഭവം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു വഴിത്തിരിവായിരിക്കുകയാണ്. ഫലസ്തീനികൾക്കിടയിൽ ഏറെ ജനപ്രിയനായ നിലവിലെ സമാധാന ചർച്ചകൾക്കുൾപ്പെടെ നേതൃത്വം നൽകിയിരുന്ന മിതവാദിയായ നേതാവായിരുന്നു ഇസ്മായിൽ ഹാനിയ. ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം ചെയർമാൻ എന്ന നിലയിൽ ഖത്തറിലായിരുന്നു ഇസ്മായിൽ ഹാനിയ കഴിഞ്ഞിരുന്നത്. ഫലസ്തീൻ വിമോചന സായുധ സംഘത്തിന്റെ മൊത്തത്തിലുള്ള നേതാവായി കണക്കാക്കപ്പെട്ടിരുന്ന ഇസ്മായിൽ ഹാനിയ 1980കളുടെ അവസാനത്തോടെയാണ് ഹമാസിന്റെ റാഡിക്കൽ ഓപ്പറേഷനുകളിൽ സജീവ സാന്നിധ്യമാകുന്നത്. യാസിന്റെ ഓഫീസുകളുടെ കാര്യത്തിൽ നേതൃത്വം ഇസ്മായിൽ ഹാനിയ ഏറ്റെടുത്തതോടെയാണ് ഹമാസിനുള്ളിലെ വളർച്ച ആരംഭിക്കുന്നത്. 2003 ആയപ്പോഴേക്കും വീൽ ചെയറിൽ കഴിഞ്ഞിരുന്ന ഹമാസിന്റെ ആത്മീയ നേതാവായ അഹമ്മദ് യാസിന്റെ ഏറ്റവും അടുത്തയാളായി ഹാനിയ മാറിയിരുന്നു. 2006-ൽ വെസ്റ്റ് ബാങ്കിലും ഗാസയിലുമായി ഫലസ്തീൻ അതോറിറ്റി നടത്തിയ തെരഞ്ഞെടുപ്പിൽ ഹമാസിന്റെ നേതാവായിരുന്നു ഇസ്മായിൽ ഹാനിയ. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഹമാസ് ഗാസ പ്രധാനമന്ത്രിയെ അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. എന്നാൽ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ പാർട്ടിയായ ഫത്തഹും ഹമാസും തമ്മിലുള്ള സംഘർഷം ഉടലെടുത്തതോടെ 2007-ൽ ഹമാസ് സർക്കാരിനെ മഹ്മൂദ് അബ്ബാസ് പിരിച്ചുവിട്ടു. എന്നാൽ ഉത്തരവ് അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്ന ഹാനിയ ഗാസയിൽ ഭരണം തുടരുകയായിരുന്നു. പിന്നീട് 2017-ലാണ് തലസ്ഥാനത്ത് നിന്ന് ഹാനിയ പടിയിറങ്ങുന്നത്. അതേ വർഷം ഖാലിദ് മെഷയിൽ നിന്ന് ഹാനിയ ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം ചെയർമാനായി ചുമതലയെടുക്കുകയും ചെയ്തു. ഇസ്രയേലിന്റെ ഹിറ്റ് ലിസ്റ്റിലെ മുൻനിരക്കാരനായിരുന്നു നേരത്തെ തന്നെ ഹാനിയ. നിരവധി തവണ ഹാനിയയ്ക്ക് നേരെ വധശ്രമങ്ങൾ ഉണ്ടായെങ്കിലും വിജയം കണ്ടിരുന്നില്ല. ഹമാസിന്റെ സൈനിക വിഭാഗം നേതാക്കളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കാര്യങ്ങളെ പ്രായോഗികമായി സമീപിക്കുന്ന നേതാവായിരുന്നു അദ്ദേഹം. കൂടാതെ ഫലസ്തീനികൾക്കിടയിൽ വളരെയധികം ജനപ്രിയനുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാനിയയുടെ കൊലപാതകം ഫലസ്തീൻ ജനതയ്ക്കിടയിൽ ഒട്ടാകെ വലിയൊരു ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനിടെ സായുധ സംഘടനയായ ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ച് ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രയേലിന്റെ മിസൈൽ ആക്രമണം. കഴിഞ്ഞ ദിവസം രാത്രി ബെയ്റൂട്ടിൽ മിസൈൽ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് എക്സിലൂടെയാണ് അറിയിച്ചത്. ഒരു മുതിർന്ന ഹിസ്ബുള്ള കമാൻഡറെ ലക്ഷ്യം വെച്ചായിരുന്നു മിസൈൽ ആക്രമണം നടന്നതെന്ന് ലബനൻ സുരക്ഷാ വൃത്തങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ ഏറ്റവും മുതിർന്ന സൈനിക കമാൻഡർ ഫുആദ് ഷുക്കൂറിനെ ഇല്ലാതാക്കിയെന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം. അതേസമയം ഹിസ്ബുള്ളയും ലബനീസ് അധികൃതരും ഇതുവരെ കമാൻഡറുടെ മരണം സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാൻ പിന്തുണയുള്ള ലബനീസ് സായുധ സംഘമായ ഹിസ്ബുള്ളയുടെ തെക്കൻ ബെയ്റൂട്ടിലെ ശക്തി കേന്ദ്രമായ ഷൂറ കൌൺസിലിന് ചുറ്റുമുള്ള പ്രദേശത്തെ ലക്ഷ്യം വെച്ചാണ് ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തിയത്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.